Dear students, today we are going to study about the topic ടാക്കിയോമെട്രി. അപ്പോൾ എന്താണ് ടാക്കിയോമെട്രി എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ടാക്കിയോമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവേയിങ്ങിൽ നമ്മുടെ പ്രധാന ഒബ്ജക്റ്റീവിലൊന്നായ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഒരു ഇൻഡയറക്റ്റ് വേയിൽ ചെയ്യാനാണ് നമ്മൾ ടാക്കിയോമെട്രി ഉപയോഗിക്കുന്നത്. So tachyometry is an indirect method of measurement of horizontal distance. Horizontal distance മെഷർ ചെയ്യാൻ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് ടാക്കിയോമെട്രി. ഇതിന് ഒത്തിരി പോസിറ്റീവ്സും ഉണ്ട്, ഒത്തിരി നെഗറ്റീവ്സും ഉണ്ട്. സോ ലെറ്റ് us see what are the objectives of tachyometry. It is the process of measuring horizontal distance is eliminated. അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇൻഡയറക്റ്റ്ലിയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇവിടെ പ്രശ്നമല്ല. നമുക്ക് സാധാരണ ഒരു കേസിൽ നമ്മളിപ്പോൾ ടേപ്പ് ഉപയോഗിച്ച് ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. ടേപ്പിൽ മാക്സിമം നമ്മുടെ കയ്യിലുള്ള ടേപ്പ് 20 മീറ്ററേ ഉള്ളൂവെങ്കിൽ 20 മീറ്ററുള്ള ടേപ്പ് ഉപയോഗിച്ച് ഒരു 50 മീറ്ററുള്ള ലൈൻ മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ആദ്യം ആ ലൈനിനെ റേഞ്ച് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഈ ടേപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെയിൻ ഉപയോഗിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡിൽ നിന്നും നമുക്കൊരു മോചനമാണ് ടാക്കിയോമെട്രി എന്നുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ. അവിടെ ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് അല്ല, ഇൻഡയറക്റ്റ്ലി ആണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത് യൂസിങ് സം ഫോർമുല. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് വേറൊരു സാധനമാണ്, അത് മെഷർ ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒരു ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് measurement of horizontal distance. So the pain of measuring the horizontal distance directly can be eliminated. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് ബട്ട് മോർ റാപ്പിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേപ്പോ ചെയിനോ ഉപയോഗിച്ചുള്ള ഒരു മെഷർമെൻറ്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ആക്യുറസി കുറവായിരിക്കും. പക്ഷേ അവ ചെയ്യാനെടുക്കുന്ന സമയത്തെക്കാളും വേഗത്തിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ഇറ്റ് ഈസ് ബെസ്റ്റ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് റഫ് ആൻഡ് ഡിഫിക്കൽട്ട് ടെറൈൻ. സോ ഡിഫിക്കൽട്ട് ടെറൈനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടേപ്പും ചെയിനും ഉപയോഗിച്ച് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ഈ ടാക്കിയോമെട്രി വളരെ പ്രയോജനകരമായിരിക്കും. ഇൻഡയറക്റ്റ് മെഷർമെൻ്റ് ആയതുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ഒരു പ്രോസസ്സും നമ്മളിവിടെ ചെയ്യാനില്ലാത്തത് കൊണ്ടും നമുക്ക് വളരെ വേഗം തന്നെ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കിട്ടും. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് കോണ്ടൂർ മാപ്സ് ഓർ പ്ലാൻസ്. അപ്പോൾ കോണ്ടൂർ മാപ്പും പ്ലാനും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ടാക്കിയോമെട്രി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈഡ്രോഗ്രാഫിക് സർവേസ്, ലൊക്കേഷൻ സർവേസ് എക്സെട്ര. അപ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത് വാട്ടർ ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോഡിയിൽ അതിൻ്റെ ബോട്ടം ഡെപ്ത്ത് വിത്ത് റെസ്പെക്ട് ഫ്രീ സർഫസ് ലെവൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സർവേയാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. അതുപോലെ ലൊക്കേഷൻ സർവേസ്. സോ ഈ ലൊക്കേഷൻ സർവേ, ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ ടാക്കിയോമെട്രി വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്കിയോമെട്രി. സോ ഈ ടാക്കിയോമെട്രിയെ കുറിച്ച് പറയുമ്പോൾ വളരെ മോഡേൺ സർവേയിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരുന്നതിനും കാലങ്ങൾക്ക് മുന്നേ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഓഫ് മെഷർമെൻറ്റാണ് ഈ ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിലവിലെ മോഡേൺ സർവേയിങ് എക്യുപ്മെൻറ്റ്സിൻ്റെ ഈസിനെസ്സിനും ആക്യുറസിക്കും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പഴയ ഒരു ടെക്നിക്ക് ഓഫ് മെഷർമെൻ്റാണ്. അതുകൊണ്ട് തന്നെ അന്ന് നിലനിന്നിരുന്ന മറ്റ് ഡയറക്റ്റ് മെഷർമെൻറ്റിനെ അപേക്ഷിച്ച് ഇവ
വളരെ ഈസിയാണെന്നും റാപ്പിഡാണെന്നുമാണ് പറയുന്നത്. ഓക്കെ, സോ ടാക്യോമെട്രി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. നൗ ഹൗ ക്യാൻ യു ഡു ടാക്യോമെട്രി? ടാക്യോമെട്രി എന്ന് പറയുമ്പോൾ ഈ ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്? ഫസ്റ്റ് തിങ് ഈസ് യു ഷുഡ് ഹാവ് എ ടാക്യോമീറ്റർ. സോ ടാക്യോമീറ്റർ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റ്. സോ വാട്ട് ഈസ് ടാക്യോമീറ്റർ? ടാക്യോമീറ്റർ എന്ന് പറയുമ്പോൾ അതെന്താണെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ് ഈസ് എ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ഫിറ്റഡ് വിത്ത് എ സ്റ്റേഡിയ ഡയഫ്രം. ഈ തിയോഡലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിൽ ഒരു സ്റ്റേഡിയ ഡയഫ്രം ഫിറ്റ് ചെയ്തിട്ടുണ്ടാവണം, നിർബന്ധമായും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് ആ തിയോഡലൈറ്റിനെ നമ്മൾ ടാക്യോമീറ്റർ എന്ന് വിളിക്കുന്നത്. സോ എന്താണ് സ്റ്റേഡിയ ഡയഫ്രം? നിങ്ങൾക്കറിയാം, എന്താ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എൻ അറേഞ്ച്മെൻറ്റ്. നിങ്ങൾ സാധാരണ കാണുന്നത് തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിൽ ഒരു ഹൊറിസോണ്ടൽ ഹെയർ, ഒരു വെർട്ടിക്കൽ ഹെയർ, പിന്നെ സ്മോൾ ഹൊറിസോണ്ടൽ ഹെയർസ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഡിയ ഡയഫ്രം. ഓക്കെ, സോ ഈ ഫ്രെയിമിനെ വിളിക്കുന്ന പേരാണ്, ഈ ഫ്രെയിമും ഈ അറേഞ്ച്മെൻറ്റിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റേഡിയ ഡയഫ്രം. ഇത് നമുക്ക് ടെലസ്കോപ്പിലൂടെ കാണുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും അതിൻ്റെ ഫീച്ചേഴ്സിനെ താരതമ്യേന ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ ഡയഫ്രം. ആൻഡ് ഡയഫ്രം പലതരത്തിലുള്ള ഡയഫ്രംസ് ഉണ്ട്. സോ ഇത് ഒരു ടൈപ്പാണ്, ഇത് മറ്റൊരു ടൈപ്പാണ്. ഇതിനകത്ത് ഇൻക്ലൈൻഡ് ഹെയർസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ആകുമ്പോൾ 2 വെർട്ടിക്കൽ ഹെയർസ് ഉണ്ട്. പിന്നെ ഇവിടെ 3 വെർട്ടിക്കൽ ഹെയർസ്, അതായത് ഒരു ഹാഫ് വേ ഒന്നും പിന്നെ ബാക്കി താഴോട്ടും മറ്റ് 2 ഹെയർസും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഫ്രംസ് ആർ അവൈലബിൾ. ഈ 4 ടൈപ്പ് ഡയഫ്രത്തിലും നിങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദർ ആർ 2 സ്മോൾ ഹെയർസ് ഫിക്സഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഇവിടെയും ഉണ്ട്, ഇവിടെയും ഒരു 2 സ്മോൾ ഹൊറിസോണ്ടൽ ഹെയർസ് അവൈലബിൾ ആണ്. ഇവിടെയും 2 സ്മോൾ ഹൊറിസോണ്ടൽ ഹെയർസ് അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെയും 2 സ്മോൾ ഹൊറിസോണ്ടൽ ഹെയർസ് അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ സ്മോൾ ഹൊറിസോണ്ടൽ ഹെയർസിനാണ് ടാക്യോമെട്രിയിൽ പ്രസക്തിയുള്ളത്. അതെന്തിനാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ ഇങ്ങനൊരു സ്റ്റേഡിയ ഡയഫ്രം ഉള്ള ഒരു തിയോഡലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ടാക്യോമീറ്റർ. നൗ ദ സെക്കൻഡ് എക്യുപ്മെൻറ്റ് വിച്ച് യു നീഡ് ഈസ് എ ലെവലിംഗ് സ്റ്റാഫ്. ഓക്കെ, സോ സെക്കൻഡ് എക്യുപ്മെൻറ്റ് വിച്ച് യു നീഡ് ഈസ് എ ലെവലിംഗ് സ്റ്റാഫ്. ലെവലിംഗ് സ്റ്റാഫ് പലരും സർവേ ലാബിൽ കണ്ടിട്ടുണ്ടാവും. ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇതുപോലൊരു ടെലസ്കോപ്പിക് അറേഞ്ച്മെൻറ്റിലിരിക്കുന്ന ഒരു സ്കെയിലാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ വെർട്ടിക്കൽ സ്കെയിൽ. ഒരു വെർട്ടിക്കൽ സ്കെയിൽ പോലെ ഇരിക്കും. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 5 mm ആണ്. അപ്പോൾ ഒരു സ്കെയിലാണ്. ഏറ്റവും ബേസ് എന്ന് പറയുന്നത് 0, അതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് 4 meters or 5 meters ആയിരിക്കും അതിൻ്റെ മാക്സിമം മെഷറബിൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സിമ്പിൾ സ്കെയിൽ ഹാവിങ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് 5 millimeter. ഓക്കെ, സോ ഈ ലെവലിംഗ് സ്റ്റാഫ് മുന്നേ ഈ സ്റ്റേഡിയ റോഡ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെൻറ്റും പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഈ പറഞ്ഞ ലെവലിംഗ് സ്റ്റാഫും ടാക്യോമീറ്ററും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാക്യോമെട്രി എന്ന ഈ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദീസ് ആർ ദ 2 important equipments required for performing ടാക്യോമെട്രി. നൗ നിങ്ങൾ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട ടേംസ് പഠിക്കാനുണ്ട്. സോ വാട്ട് ആർ സച്ച് ടേംസ്? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു 2 എക്യുപ്മെൻറ്റ്സ് ഇതാണെന്ന് നമ്മൾ പറഞ്ഞു. ആ 2 എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സർവേ ചെയ്യുന്നതെന്ന് പറയാം. സോ യു ഹാവ് ദി തിയോഡലൈറ്റ്. ടാക്യോമീറ്റർ ഈസ് അവൈലബിൾ ഹിയർ ആൻഡ് യു പ്ലേസ് ദി ലെവലിംഗ് സ്റ്റാഫ് ഹിയർ അറ്റ് സം ഡിസ്റ്റൻസ് അവേ ഫ്രം യു. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഈ തിയോഡലൈറ്റിനടുത്താണ്. യു
ഒബ്സർവർ നിൽക്കുന്നത് ഇവിടെയാണ്. ആൻഡ് ദിസ് ഈസ് ലെവലിംഗ് സ്റ്റാഫ്. ഓക്കെ, സോ ദിസ് ഈസ് ലെവലിംഗ് സ്റ്റാഫ്. നിങ്ങൾ ഇവിടെ ഈ ടാക്യോമെട്രി പ്രകാരം മെഷർ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദിസ് ഡിസ്റ്റൻസ് ആണ്. ദിസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം യുവർ ടാക്യോമീറ്റർ to the leveling staff. So this is the horizontal distance which you are going to calculate. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ ഡയറക്റ്റ്ലി ടേപ്പ് വെച്ച് മെഷർ ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു ഫോർമുല വഴി കാൽക്കുലേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില ഒബ്സർവേഷൻസ് വേണം, നിങ്ങൾക്ക് ചില ഡേറ്റ വേണം. ആൻഡ് ആ ഡേറ്റ എന്താണെന്നുള്ളതാണ് ഇനി പഠിക്കുന്നത്. ഇനി നിങ്ങൾ ഈ തിയോഡലൈറ്റിനടുത്ത് നിന്നിട്ട് തിയോഡലൈറ്റിലൂടെ ഈ ലെവലിംഗ് സ്റ്റാഫിനെ നോക്കി ചില റീഡിങ്സ് എടുക്കും, ചില ഒബ്സർവേഷൻസ് എടുക്കും. അതെങ്ങനെയാണ് ആ ഒബ്സർവേഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ലെവലിംഗ് സ്റ്റാഫിൽ നോക്കിയിട്ട് എടുക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ യു വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഡി. ഓക്കെ, സോ അതൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഡി. നൗ ഈ തിയോഡലൈറ്റിൽ അഥവാ ടാക്യോമീറ്ററിലൂടെ നോക്കി ലെവലിംഗ് സ്റ്റാഫിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ് സ്റ്റേഡിയ ഡയഫ്രം. നമ്മൾ ടെലസ്കോപ്പിലെ അതിലൂടെ നോക്കി അതിലൂടെ നമ്മൾ ലെവലിംഗ് സ്റ്റാഫിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇമേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇമേജിൽ ഇവിടെ അപ്പർ ഹൊറിസോണ്ടൽ ഹെയറും ഉണ്ട്, ലോവർ ഹൊറിസോണ്ടൽ ഹെയറും ഉണ്ട്. അപ്പർ ഹൊറിസോണ്ടൽ ഹെയറിന് നേരെയുള്ള, അതായത് ഈ അപ്പർ ഹൊറിസോണ്ടൽ ഹെയർ ലെവലിംഗ് സ്റ്റാഫിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ റീഡിങ്ങിനെയാണ് നമ്മൾ നോട്ട് ചെയ്യും. അപ്പർ ഹൊറിസോണ്ടൽ ഹെയർ റീഡിങ് എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്യും. ആൻഡ് ഈ താഴെ ഉള്ള ഹെയർ, ലോവർ ഹൊറിസോണ്ടൽ ഹെയറിന് നേരെയുള്ള ലെവലിംഗ് സ്റ്റാഫിലെ റീഡിങ്ങും നമ്മൾ നോട്ട് ചെയ്യും. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഈസ് നോൺ ആസ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എസ്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കി ആരെയാണ് നോക്കുന്നത്? ലെവലിംഗ് സ്റ്റാഫിനെയാണ് നോക്കുന്നത്. ലെവലിംഗ് സ്റ്റാഫിനെ നോക്കുമ്പോൾ അപ്പർ ഹെയറിനോട് ചേർന്നിരിക്കുന്ന ലെവലിംഗ് സ്റ്റാഫിലെ റീഡിങ്ങും ലോവർ ഹെയറിനോട് ചേർന്ന് നിൽക്കുന്ന ലെവലിംഗ് സ്റ്റാഫിലെ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ എസ്. ഓക്കെ, ഇനി ഈ ടെലസ്കോപ്പിനകത്താണ് ഈ പറയുന്ന സ്റ്റേഡിയ ഡയഫ്രം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ അപ്പർ ഹൊറിസോണ്ടൽ ഹെയറും ഉണ്ട്, ലോവർ ഹൊറിസോണ്ടൽ ഹെയറും ഉണ്ട്. ഈ അപ്പർ ഹൊറിസോണ്ടൽ ഹെയറും ലോവർ ഹൊറിസോണ്ടൽ ഹെയറും തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് ഇൻസൈഡ് ദ ടെലസ്കോപ്പിനകത്തുള്ള ഈ ഹെയർസ് തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേഡിയ ഇൻ്റർവെൽ, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ ഐ. ഓക്കെ, സോ സ്റ്റേഡിയ ഇൻ്റർവെൽ എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേഡിയ ഇൻ്റർവെൽ ഈസ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ്, ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ ഹെയർസ് ഇൻ ദി സ്റ്റേഡിയ ഡയഫ്രം. അതിനെയാണ് ആക്ച്വൽ ഡിസ്റ്റൻസ്. അതൊരു സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഏതാനും സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഏതാനും മില്ലിമീറ്റർ എന്നേ നമുക്ക് വാല്യൂ കിട്ടുകയുള്ളൂ. ഓക്കെ, അതാണ് ആക്ച്വൽ ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയഫ്രം യു യൂസ്. ദി സ്റ്റേഡിയ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ രണ്ട് ഹെയർസും തമ്മിലുള്ള ആക്ച്വൽ റീഡിംഗ് ആണ്, ആക്ച്വൽ ഡിസ്റ്റൻസിനെയാണ് സ്റ്റേഡിയ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഹെയർസ് ഓരോന്നിനും നേരെയുള്ള ലെവലിംഗ് സ്റ്റാഫിലെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമേജും കൂടെ ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഓക്കെ ഫൈൻ. സോ ഇതാണ് അപ്പർ ക്രോസ് ഹെയർ. ദിസ് ഈസ് ആക്ച്വലി
ഇത്രയും എന്ന് പറയുന്നത് ഒരു നമ്മുടെ ടെലസ്കോപ്പിനകത്തിരിക്കുന്ന ഭാഗമാണ് ഇത്ര ഇരിക്കുന്ന ഭാഗം. ഓക്കെ, സോ ദിസ് പാർട്ട് ഈസ് ഇൻസൈഡ് ദി ടെലസ്കോപ്പ്. ഓക്കെ, ഈ ടെലസ്കോപ്പിൽ എൻ്റെ ഒബ്ജക്റ്റിനെ നോക്കുന്ന സൈഡിലൊരു ലെൻസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഒബ്ജക്റ്റീവ് ലെൻസ്. നമ്മുടെ ഒബ്സർവർ നോക്കുന്ന ഒരു ലെൻസ് ഉണ്ട് ഈ ഇടതുവശത്ത്. അതിനെ വിളിക്കുന്ന പേരാണ് ഐ പീസ്. അതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസിനും ഐ പീസിനും ഇടയ്ക്കാണ് എന്തിരിക്കുന്നത്, ഈ സ്റ്റേഡിയ ഡയഫ്രം ഇരിക്കുന്നത്. അപ്പോൾ ഐ പീസിലൂടെ നമ്മൾ ഈ പറയുന്ന ഈ ദൂരത്ത് നിൽക്കുന്ന സ്റ്റാഫ്, ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ദൂരത്തായിരിക്കുന്നത്. ഓക്കെ, ലെവലിംഗ് സ്റ്റാഫ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് സം ഡിസ്റ്റൻസ് എവേ ഫ്രം ദി ടെലസ്കോപ്പ്. സോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെവലിംഗ് സ്റ്റാഫിലേക്ക് നോക്കുന്നു. ലെവലിംഗ് സ്റ്റാഫിലേക്ക് നോക്കുമ്പോൾ ടോപ്പ് ക്രോസ് ഹെയർ റീഡിങ്ങിന് നേരെ ഒരു ലെവലിംഗ് സ്റ്റാഫ് റീഡിങ് കാണും. അതുപോലെ ബോട്ടം ക്രോസ് ഹെയറിന് നേരെ ഒരു ലെവലിംഗ് സ്റ്റാഫ് റീഡിങ് കാണും. അപ്പോൾ ഈ ക്രോസ് ഹെയർസ് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസിനെ സ്മോൾ ലെറ്റർ ഐ സ്റ്റേഡിയ ഇൻ്റർവെൽ എന്നും, ഈ റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസിനെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസും നിങ്ങൾ ഫെമിലിയറായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബൈ വിച്ച് യു ക്യാൻ ഡു ടാക്യോമെട്രി, അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്യോമെട്രി. രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഈസ് സ്റ്റേഡിയ ടാക്യോമെട്രി, സെക്കൻഡ് ഈസ് ടാൻജൻഷ്യൽ ടാക്യോമെട്രി. ഈ രണ്ട് ടൈപ്പ് ഓഫ് ടാക്യോമെട്രിയും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതേണ്ടതുമാണ്. സോ വാട്ട് ഈസ് സ്റ്റേഡിയ ടാക്യോമെട്രി? സ്റ്റേഡിയ ടാക്യോമെട്രി പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ടെലസ്കോപ്പിലെ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റേഡിയ ഡയഫ്രം, അതിലെ ഓരോ ഹെയറിനും നേരെയുള്ള ടോപ്പ് ക്രോസ് ഹെയർ, മിഡിൽ ക്രോസ് ഹെയർ, ബോട്ടം ഹെയർ. അപ്പോൾ ടോപ്പ് ഹെയർ, ബോട്ടം ഹെയർ, മിഡിൽ ഹെയർ, ഈ ഓരോ ഹെയറിനും നേരെയുള്ള ലെവലിംഗ് സ്റ്റാഫിലെ റീഡിങ്സ് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് ആ നോട്ട് ചെയ്ത റീഡിങ്സിലെ അപ്പർ ഹെയർ റീഡിങ്ങും ലോവർ ഹെയർ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസായ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർ ചെയ്യുന്ന സ്റ്റാഫ് ഇൻ്റർസെപ്റ്റിനെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. സോ സ്റ്റേഡിയ ടാക്യോമെട്രി യൂസസ് സ്റ്റേഡിയ ഇൻ്റർസെപ്റ്റ്, നോട്ട് സ്റ്റേഡിയ ഇൻ്റർസെപ്റ്റ്, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് measured from leveling staff using the upper and lower hair horizontal hair readings. Okay, using the upper and lower horizontal hairs of the stadia diaphragm. അതിൽ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് എക്സ്ട്രീം വാല്യൂസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഈ എസ് എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ലെവലിംഗ് സ്റ്റാഫിലെ എസ് എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡായ ടാൻജൻഷ്യൽ ടാക്യോമെട്രി. ഈ ടാൻജൻഷ്യൽ ടാക്യോമെട്രിയുടെ പ്രത്യേകത, നമ്മളിവിടെ സ്റ്റേഡിയ തന്നെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇവിടെ സ്റ്റേഡിയ ഡയഫ്രം ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമുക്ക് സ്റ്റേഡിയ ഡയഫ്രത്തിലെ അപ്പർ ഹെയർ റീഡിങ്, ലോവർ ഹെയർ റീഡിങ്സ് ഒന്നും തന്നെ നമ്മൾ എടുക്കില്ല. പകരം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെ ഇതാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വിചാരിക്കുക. ആ ഇൻസ്ട്രുമെൻറ്റിനെ ഇതാണ് ലെവലിംഗ് സ്റ്റാഫ്. ഓക്കെ, സോ ഇൻ ടാൻജൻഷ്യൽ ടാക്യോമെട്രി യു മൂവ് ദ ടെലസ്കോപ്പ് ഇൻ ദ വെർട്ടിക്കൽ സർക്കിൾ. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഈ ടെലസ്കോപ്പിനെ മേലേക്ക് നോക്കി ഒരു റീഡിങ് എടുക്കുന്നു. മേലേക്ക് നോക്കിയിട്ട് ലെവലിംഗ് സ്റ്റാഫിലെ റീഡിങ് എന്താണെന്നുള്ളത് വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ടെലസ്കോപ്പിനെ താഴേക്ക് നോക്കുന്നു. ഓക്കെ, എന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് താഴെയുള്ള ഒരു വാല്യൂവും നമ്മൾ റീഡിങ്ങും നമ്മൾ നോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യുന്നത് ആക്ച്വലി ലെവലിംഗ് സ്റ്റാഫിലെ റീഡിങ്സ് അല്ല. നമ്മൾ ഈ ലെവലിംഗ് സ്റ്റാഫിൽ രണ്ട്
ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും. അത് ലെവലിംഗ് സ്റ്റാഫിൽ രണ്ട് വാല്യൂസിനെ നമ്മളെന്തെങ്കിലും ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഈ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോഴും കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ലെവലിംഗ് സ്റ്റാഫിൽ 2 പോയിൻറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ത്രൂ ഔട്ട്. അപ്പോൾ ആ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ 2 പോയിൻറ്റിനെ ടെലസ്കോപ്പ് മേലേക്കോ താഴേക്കോ നോക്കി നമ്മൾ സൈറ്റ് ചെയ്തിട്ട് യു ആർ ആക്ച്വലി മെഷറിങ് ദി വെർട്ടിക്കൽ ആംഗിൾ. ഇവിടെ മെഷർ ചെയ്യുന്നത് വെർട്ടിക്കൽ ആംഗിളാണ്. അപ്പം മേലേക്ക് നോക്കുന്ന വെർട്ടിക്കൽ ആംഗിളും താഴേക്ക് നോക്കുന്ന വെർട്ടിക്കൽ ആംഗിളും, ഈ 2 ആംഗിൾസുമായിരിക്കും നമ്മളിവിടെ നമ്മുടെ ഒബ്സർവേഷൻസ്. അപ്പം നമ്മൾ നോട്ട് ചെയ്യുന്ന ഈ 2 ആംഗിൾസ് ആയിരിക്കും. സോ ഇൻ ടാൻജൻഷ്യൽ ടാക്യോമെട്രി വാട്ട് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ഈസ് ദാറ്റ് ഇവിടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് അല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇവിടെ വെർട്ടിക്കൽ ആംഗിളാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ സ്റ്റേഡിയ ടാക്യോമെട്രി ഹിയർ വി observe or measure staff intercept. In tangential tachymetry, instead of staff intercept, you measure vertical circle readings. Vertical angle ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. മേലേക്ക് നോക്കുന്ന വെർട്ടിക്കൽ ആംഗിൾ, താഴേക്ക് നോക്കുന്ന വെർട്ടിക്കൽ ആംഗിൾ, അത് കൃത്യമായിട്ട് 2 പോയിൻറ്റ്സ് ലെവലിംഗ് സ്റ്റാഫിലെ 2 പോയിൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റേഡിയ റോഡിലെ 2 പോയിൻറ്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുന്നു. ആ 2 പോയിൻറ്റിലേക്ക് നോക്കുമ്പോൾ ഉള്ള വെർട്ടിക്കൽ സർക്കിളിൻ്റെ റീഡിംഗ് ആയ θ1 θ2 ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ മുകളിലേക്ക് നോക്കുന്ന θ1, താഴേക്ക് നോക്കുന്ന θ2 ആണെന്ന് എടുക്കുകയാണെങ്കിൽ θ1 θ2 ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേഡിയ ടാക്യോമെട്രി ആൻഡ് ടാൻജൻഷ്യൽ ടാക്യോമെട്രി. സോ കീപ്പ് ഇൻ മൈൻഡ്, ഇൻ സ്റ്റേഡിയ ടാക്യോമെട്രി യു മെഷർ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. അതിന് ആ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റിനെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇൻ ടാൻജൻഷ്യൽ ടാക്യോമെട്രി യു കാൽക്കുലേറ്റ് വെർട്ടിക്കൽ ആംഗിൾ ആൻഡ് ദിസ് വെർട്ടിക്കൽ ആംഗിൾ ഈസ് യൂസ്ഡ് ഇൻ സം ഫോർമുല ടു കാൽക്കുലേറ്റ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ടൈപ്സ് ഓഫ് ടാക്യോമെട്രി. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റേഡിയ ടാക്യോമെട്രിയിലെ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ഇൻ സ്റ്റേഡിയ ടാക്യോമെട്രി നമ്മൾ മെഷർ ചെയ്യുന്ന സാധനം എന്താണ്? ഈ പറയുന്ന സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. അപ്പർ ഹെയർ റീഡിങ്ങും ലോവർ ഹെയർ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റിനെയാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ മെഷർ ചെയ്ത സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് അറിയാമെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കുക. സോ ദിസ് ഈസ് ദി ഫോർമുല. ഡി ഈസ് ദ ഡിസ്റ്റൻസ്. ഡി ഈസ് ഈക്വൽ ടു KS പ്ലസ് സി. ഡി ഈസ് ഈക്വൽ ടു KS പ്ലസ് സി. ഇതിൽ എസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ദി സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. ഇനി കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ കെയും സിയുടെയും വാല്യൂ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഒരു ഇൻസ്ട്രുമെൻറ്റിന് ഉണ്ടാകുക. അപ്പോൾ കെയുടെ വാല്യൂവും സിയുടെ വാല്യൂവും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ കെയിനെയും സിയിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്യോമെട്രിക് കോൺസ്റ്റൻസ്. ടാക്യോമെട്രിക് കോൺസ്റ്റൻസ്. അപ്പോൾ കെയും സിയും കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് ഒരു ഇൻസ്ട്രുമെൻറ്റിന് കെയുടെ വാല്യൂവും സിയുടെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കെയിനെയും സിയിനെയും വിളിക്കുന്ന പേരാണ് ടാക്യോമെട്രിക് കോൺസ്റ്റൻസ്. ഇനി അതിനെ സാധാരണഗതിയിൽ ഈ ടാക്യോമെട്രിക് കോൺസ്റ്റൻസ് ആയ കെയിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ കെ എന്ന് പറയുന്നത് എസ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സി എന്ന് പറയുന്നത് എസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ സോ ഡി സിയുടെ KS പ്ലസ് സിയിൽ കെയും എസ്സും തമ്മിലുള്ള റിലേഷൻ മൾട്ടിപ്ലൈയിങ് റിലേഷൻ ആണെങ്കിൽ സിയും എസ്സും തമ്മിലുള്ള റിലേഷൻ ആഡിറ്റീവ് റിലേഷനാണ്. അതുകൊണ്ട് തന്നെ കെയിനെ വിളിക്കുന്ന പേരെന്താണ്? മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻ്റ് എന്നും സിയെ വിളിക്കുന്ന പേര് ആഡിറ്റീവ് കോൺസ്റ്റൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഫോർമുല. ഡി ഈസ് ഈക്വൽ ടു KS പ്ലസ് സി. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ ടാക്യോമെട്രിയിൽ കെയുടെ വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ് ആസ് 100. സോ വാല്യൂ ഓഫ് കെ ഈസ് ഒബ്റ്റൈൻഡ്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കെ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിൻ്റെ വാല്യൂ 100ഉം
സിയുടെ വാല്യൂ 0യുമാണ്. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി. അതിൽ കെയുടെ വാല്യൂ 100ഉം സിയുടെ വാല്യൂ 0യുമാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോർമുല? ഫോർമുല എന്ന് പറയുന്നത് എന്താകും? ഡി ഈസ് ഈക്വൽ ടു കെ, ദറ്റ് ഈസ് 100 ഇൻറ്റു എസ് പ്ലസ് സി എന്ന് പറയുന്നത് 0ആണ്. അപ്പോൾ എന്ത് ആണോ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് അതിൻ്റെ കൂടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടണം. ഓക്കെ, അപ്പോൾ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്താണോ അതിൻ്റെ കൂടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി എന്താണ് ഫോർമുല. ഓക്കെ, ഫൈൻ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ഫോർമുല ഈസ് 100S. ഒറിജിനൽ ഫോർമുല ഈസ് ഡി ഈസ് ഈക്വൽ ടു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ടാക്യോമെട്രി അല്ലെങ്കിൽ സ്റ്റേഡിയ ടാക്യോമെട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി എന്ന് വേണം എഴുതാൻ. ഇനി ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സിയിൽ കെയുടെ വാല്യൂ ഈസ് ജനറലി 100 ആൻഡ് സിയുടെ വാല്യൂ ഈസ് ജനറലി 0. സോ ദെയർ ഫോർ ഡി ഈസ് ഈക്വൽ ടു 100S എന്ന് വേണം എഴുതാൻ. സോ അങ്ങനെ കെയുടെ വാല്യൂ 100ഉം സിയുടെ വാല്യൂ 0യും അല്ലാത്ത എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഫോർമുല 100S എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ജനറലി കെയുടെ വാല്യൂ 100ഉം സിയുടെ വാല്യൂ 0 ആയതുകൊണ്ടാണ് നമുക്ക് ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. നൗ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് നമുക്ക് ഡീൽ ചെയ്യാം. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ നോക്കുക. അപ്പോൾ ഒരു സ്റ്റേഡിയ ടാക്യോമെട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ടാക്യോമീറ്റർ ഉണ്ട്, നമുക്കിവിടെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ടെലസ്കോപ്പിലൂടെ ഞാൻ അപ്പർ ഹെയറും ലോവർ ഹെയറിൻ്റെയും റീഡിങ്സിൻ്റെ ഡിഫറൻസ് ആയ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ഞാൻ മെഷർ ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഫോർമുലയിൽ ഇടുന്നു. ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി ഇടുമ്പോൾ എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. സോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടാക്യോമീറ്റർ ആൻഡ് സ്റ്റാഫ് ലെവലിംഗ് സ്റ്റാഫ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി, വേർ കെ ഈസ് ഈക്വൽ ടു 100 ആൻഡ് സി ഈസ് ഈക്വൽ ടു 0. അങ്ങനെ ഇതിനെ ഞാൻ 100S എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഓക്കെ, 100S എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി ഇത് ഒരു ഐഡിയൽ കേസാണ്. ഈ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. അതായത് ഞാൻ വെർട്ടിക്കൽ സർക്കിളിലെ ഓൾട്ടിറ്റ്യൂഡ് ബബിളിലെ സെൻറ്ററാക്കി വെച്ചിട്ട് ഞാൻ സൈറ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് ഇത്. ഓക്കെ, ഞാൻ ലൈൻ ഓഫ് സൈറ്റ് അതായത് വെർട്ടിക്കൽ സർക്കിൾ റീഡിങ് 0 ആക്കി വയ്ക്കുമ്പോൾ ഉള്ള ഫോർമുലയായിരിക്കും ഇത്. ഞാനിപ്പോൾ ഇതുപോലെയാണ് നോക്കുന്നത് വയ്ക്കുക. അതായത് ഞാൻ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ അല്ല. ഇപ്പം ഞാൻ ഈ ഫിഗറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ലൈൻ ഓഫ് സൈറ്റ് ഇസ് നോട്ട് ഹൊറിസോണ്ടൽ. ടെലസ്കോപ്പ് ഇങ്ങനെ മുകളിലോട്ട് ആണ് നോക്കുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, സോ ഇഫ് ദി ടെലസ്കോപ്പ് ഈസ് ലുക്കിംഗ് അറ്റ് സം ആംഗിൾ വിത്ത് ദി ഹൊറിസോണ്ടൽ, അപ്പോഴാണ് ഈ പറയുന്ന വെർട്ടിക്കൽ സർക്കിൾ റീഡിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ സ്റ്റാഫ് വെർട്ടിക്കലായിട്ട് വെച്ചിട്ടുണ്ട്, ടെലസ്കോപ്പാണ് ചരിഞ്ഞ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടെറൈനാണെന്ന് വയ്ക്കുക. അതായത് ഒരു ലോവർ ഗ്രൗണ്ടിൽ നമ്മൾ തിയോഡലൈറ്റ് വെക്കുന്നു, ഒരു ഹയർ ഗ്രൗണ്ടിൽ സ്റ്റാഫ് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റാഫ് റീഡിങ് എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ ടെലസ്കോപ്പിനെ യു ഹാവ് ടു റൊട്ടേറ്റ് ദ ടെലസ്കോപ്പ് ഇൻ ദി വെർട്ടിക്കൽ പ്ലെയിൻ ടു സൈറ്റ് ദി ലെവലിംഗ് സ്റ്റാഫ്. അങ്ങനെ ലെവലിംഗ് സ്റ്റാഫിനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഇതിലൊരു വെർട്ടിക്കൽ സർക്കിൾ റീഡിങ് വരും. കാരണം ഇത് ഹൊറിസോണ്ടലായിട്ടല്ല നോക്കുന്നത്. അപ്പോൾ സോ ദർ വിൽ ബി തീറ്റ ഇൻ ദി വെർട്ടിക്കൽ സർക്കിൾ. അപ്പോൾ തീറ്റ വാല്യൂ നിങ്ങൾ മെഷർ ചെയ്യുക എന്നുള്ളതോടൊപ്പം തന്നെ ഇവിടെയുള്ള സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് വാല്യൂയും നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പർ ഹെയർ റീഡിങ്ങിൻ്റെ വാല്യൂ, മിഡിൽ ഹെയർ റീഡിങ്ങിൻ്റെ വാല്യൂ, ബോട്ടം ഹെയർ റീഡിങ്ങിൻ്റെ വാല്യൂ. അതിൽ അപ്പർ ഹെയറിൻ്റെയും ബോട്ടം ഹെയറിൻ്റെയും റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസിനാണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ആ എസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏത് ഫോർമുലയിലാണ് ഇടേണ്ടത്? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഫോർമുല എൽ ഈസ് ഈക്വൽ ടു കെ എസ് കോസ് തീറ്റ പ്ലസ് സി.
അപ്പോൾ ഇതിൽ നമ്മൾ ഡി അല്ല എൽ ആണ് പറഞ്ഞത്. ദെൻ വാട്ട് ഈസ് എൽ? എൽ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് എൽ. അപ്പോൾ നമുക്ക് എൽ അറിയാമെങ്കിൽ ഡി കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ. ഓക്കെ, സോ ഈ ഫോർമുലയിൽ 2 ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ കണ്ടുപിടിക്കുന്നത് എൽ ഈസ് ഈക്വൽ ടു കെ എസ് കോസ് തീറ്റ പ്ലസ് സി എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ സാധാരണഗതിയിൽ 100ഉം സിയുടെ വാല്യൂ 0 ആണ്. സോ 100 കോസ് തീറ്റ പ്ലസ് സിയുടെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഫോർമുല. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് യു ക്യാൻ മെഷർ ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഇനി ദർ ഈസ് എ ഡിഫറെൻറ്റ് കേസ്. ഇതൊരു ഡിഫറെൻറ്റ് കേസാണ്. അതായത് നേരത്തെ പോലെ ഒരു ലോവർ ഗ്രൗണ്ടിൽ ഇൻസ്ട്രുമെൻ്റ് വയ്ക്കുന്നു, ഹയർ ഗ്രൗണ്ടിൽ സ്റ്റാഫ് വയ്ക്കുന്നു. ഈ ലോവർ ഗ്രൗണ്ടിൽ വെച്ചേക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് മേലേക്കാണ് നോക്കുന്നത്. മേലേക്ക് നോക്കിയാൽ മാത്രമേ ഈ സ്റ്റാഫിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റാഫിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ കേസിൽ സ്റ്റാഫ് വെർട്ടിക്കലായിട്ട് നിന്നു. ഇപ്പോൾ ഞാൻ സ്റ്റാഫിനെ ഒന്ന് ചരിച്ച് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലസ്കോപ്പ് എത്രത്തോളം മേലേക്ക് ചരിച്ചിട്ടുണ്ടോ അത്രയും ആംഗിൾ, ദാറ്റ് ഈസ് സെയിം ആംഗിൾ ഇവിടെ ഞാൻ സ്റ്റാഫിനെ മുൻപോട്ട് ചരിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ്, ടെലസ്കോപ്പിൻ്റെ ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സ്റ്റാഫ് ഇരിക്കുന്നത്. സോ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് ടെലസ്കോപ്പിൻ്റെ ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ലെവലിംഗ് സ്റ്റാഫ് ഇരിക്കുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചെയ്ത കോസ് തീറ്റ എന്നുള്ളത് മെഷർ ചെയ്യേണ്ട. ഇപ്പോൾ നേരത്തെ ഫോർമുലയിൽ എൽ ഈസ് ഈക്വൽ ടു 100 കോസ് തീറ്റ വന്നു. പക്ഷേ ഇവിടുത്തെ ഫോർമുലയിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൽ ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി, അത്രേ ഉള്ളൂ. ഓക്കെ, എൽ ഈസ് ഈക്വൽ ടു കെ എസ് കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻ്റ് അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. പക്ഷേ തീറ്റ മെഷർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. തീറ്റ മെഷർ ചെയ്തേ പറ്റും. ബിക്കോസ് നിങ്ങളുടെ ഉദ്ദേശം ഡി കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് ആണ്. ഡി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഇവിടുത്തെ ഫോർമുല ഡി ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ പ്ലസ് എച്ച് സൈൻ തീറ്റ, വേർ എച്ച് എന്ന് പറയുന്നത് എച്ച് സൈൻ തീറ്റ എന്ന് പറയുന്നത് വാട്ട് ഈസ് എച്ച് എന്ന് പറയുന്നത് ഈ മിഡിൽ ഹെയർ റീഡിംഗ് ആണ്. സോ എച്ച് ഈസ് നത്തിങ് ബട്ട് ഫിഗറിൽ കാണിച്ചു തന്നാൽ മനസ്സിലാവും. സോ ദിസ് ഈസ് ദി മിഡിൽ ഹെയർ റീഡിങ്, ഇതാണ് എച്ച്. അപ്പോൾ സ്റ്റാഫിലെ മിഡിൽ ഹെയർ റീഡിംഗ് എന്ന് പറയുന്നത് ഈ ബി എന്ന പോയിന്റിൽ റീഡിംഗ് ആണ്. സോ ആ റീഡിംഗ് ആണ് എച്ച്. സോ എച്ച് അറിയാമെങ്കിൽ നമുക്ക് മിഡിൽ ഹെയർ എന്തായാലും ആ റീഡിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് എച്ച് should also be substituted here to obtain the value of d. So d is obtained as L cos theta plus h sin theta, where L is ks plus c. ഓക്കെ, സോ ഇതാണ് 3 ഡിഫറെൻറ്റ് കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഈ ആദ്യത്തെ 2 കേസ് എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതായത് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു കെ എസ് പ്ലസ് സി, ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആകുമ്പോൾ എൽ ഈസ് ഈക്വൽ ടു കെ എസ് കോസ് തീറ്റ പ്ലസ് സിയും പിന്നെ ഡി ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റയും എൽ കോസ് തീറ്റയും. ഓക്കെ, ഈ 3ാമത്തെ കേസ് വളരെ റെയറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. ഈ ആദ്യത്തെ 2 കേസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ കമ്മിങ് ടു ടാൻജൻഷ്യൽ ടാക്യോമെട്രി. ടാൻജൻഷ്യൽ ടാക്യോമെട്രിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ടാൻജൻഷ്യൽ ടാക്യോമെട്രി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമ്മൾ സ്റ്റേഡിയ ഉപയോഗിക്കുന്നില്ല, സ്റ്റേഡിയ ഹെയർ റീഡിങ്സ് ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റുകൾക്കും ഇവിടെ പ്രസക്തി ഇല്ല. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യില്ല. ബട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളൊരു ലെവലിംഗ് സ്റ്റാഫ് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഇത് നേരത്തെ കണ്ട പോലെ ഒരു കേസാണ്. ഒരു ലോവർ ഗ്രൗണ്ടിൽ തിയോഡലൈറ്റ് വയ്ക്കുന്നു, അപ്പർ ഗ്രൗണ്ടിൽ ലെവലിംഗ് സ്റ്റാഫ് വയ്ക്കുന്നു. ബട്ട് ദ
ഡിഫറൻസ് ഈസ് നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ സ്റ്റേഡിയ മെത്തേഡിലാണ് മെഷർ ചെയ്തത്. ഇനിയിപ്പം ടാൻജൻഷ്യൽ മെത്തേഡിലുള്ള ടാൻജൻഷ്യൽ ടാക്യോമെട്രി ഉപയോഗിച്ചിട്ടാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്റ്റേഡിയ ഹെയർ റീഡിങ്സ് ഒന്നും നോട്ട് ചെയ്യേണ്ട കാര്യമില്ല. പകരം ഈ പറയുന്ന ലെവലിംഗ് സ്റ്റാഫിൽ 2 പോയിൻറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ടാർജറ്റ്സ്. സോ 2 ഫിക്സഡ് ടാർജറ്റ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ ലെവലിംഗ് സ്റ്റാഫ്. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ആ ലെവലിംഗ് സ്റ്റാഫിൽ തന്നെ ഒരു പെയിൻറ്റ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിബൺ വെച്ചോ നമ്മൾ കെട്ടി 2 ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള മാർക്കിങ്സ് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ആ മാർക്കിങ്ങിലേക്കാണ് സൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ മാർക്കിങ്ങിലേക്ക് സൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ടാൻജൻഷ്യൽ ടാക്യോമെട്രിയിൽ നമ്മൾ ഈ ടെലസ്കോപ്പിനെ ഫ്രീ ആയിട്ട് നമ്മൾ മേലേക്കും താഴേക്കും ഒക്കെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നോക്കി ഈ മേലെയുള്ള ടാർജറ്റിനെ നോക്കുന്നു. മേലെയുള്ള ടാർജറ്റിനെ നോക്കുമ്പോൾ ഉള്ള വെർട്ടിക്കൽ ആംഗിൾ ആൽഫ 1 ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ താഴോട്ട് നോക്കുന്നു, താഴെയുള്ള ടാർജറ്റിനെ നോക്കുന്നു. അപ്പോൾ അത് ചെറിയ ആംഗിളാണ്. ഓക്കെ, താഴെയുള്ള ടാർജറ്റിനെ നോക്കി അവിടെയുള്ള ആംഗിള് ആൽഫ 2. ഓക്കെ, ആൽഫ 2. അപ്പോൾ 2 വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്തു, ആൽഫ 1 ആൻഡ് ആൽഫ 2, സൈറ്റിംഗ് ബോത്ത് ടാർജറ്റ്സ്. അപ്പോൾ ടോപ്പ് ടാർജറ്റിനെയും ബോട്ടം ടാർജറ്റിനെയും നോക്കുന്നതനുസരിച്ച് ടെലസ്കോപ്പിലെ ആംഗിൾസ് മാറി. സോ 1 ആംഗിൾ ഈസ് ആൽഫ 1 ആൻഡ് സെക്കൻഡ് ആംഗിൾ ഈസ് ആൽഫ 2. അപ്പോൾ ആൽഫ 1 ആൽഫ 2 നമുക്ക് അറിയാം. പിന്നെ ഈ പറഞ്ഞ വാല്യൂ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടാർജറ്റ്സ്, അപ്പോൾ അതാണ് എസ്. ഇവിടെ സ്റ്റേഡിയ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്നല്ല എസിൻ്റെ മീനിങ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടാർജറ്റ്സ്, ഫിക്സഡ് ടാർജറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഓക്കെ, ഈ ഫിക്സഡ് ടാർജറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എസ്. സോ ഇഫ് എസ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫിക്സഡ് ടാർജറ്റ്, യു ക്യാൻ ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് യൂസിങ് ദിസ് ഫോർമുല. എസ് ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ 1 മൈനസ് ഡി ഈസ് ഈക്വൽ ടു എസ് ബൈ ടാൻ ആൽഫ 1 മൈനസ് ടാൻ ആൽഫ 2. സോ ദിസ് ഈസ് ദ ഫോർമുല ടു ഡിറ്റർമിൻ. അപ്പോൾ ഇതിനകത്ത് ആൽഫ 1 ആൽഫ 2ഉം എസും മാത്രമേ ഇതിനകത്ത് ഫാക്ടർ ആയിട്ടുള്ളൂ. ഡയറക്റ്റ്ലി ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്ത് കിട്ടും. ഇനി ഇതേപോലെ വേറൊരു കേസാണ് ഈ കാണുന്നത്. ഇതിവിടെ ഹയർ ഗ്രൗണ്ടിലിരിക്കുന്നത് തിയോഡലൈറ്റും ലോവർ ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് ലെവലിംഗ് സ്റ്റാഫുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിക്സഡ് ടാർജറ്റിലേക്ക് നോക്കുമ്പോൾ, ഫിക്സഡ് ടാർജറ്റുകൾ ഇത് രണ്ടും ആണെന്ന് വയ്ക്കുക, നോക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ ആൽഫ 1ഉം ആൽഫ 2ഉം കിട്ടും. ഓക്കെ, ബട്ട് ആൽഫ 1ഉം ആൽഫ 2ഉം നെഗറ്റീവ് വാല്യൂസാണ്, താഴോട്ടാണ്. മറ്റേത് മുകളിലേക്ക് നോക്കി, ഇവിടെ രണ്ടും താഴോട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമുലയിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മളിവിടെ ഡി ഈസ് ഈക്വൽ ടു എസ് ബൈ ടാൻ ആൽഫ 1 മൈനസ് ടാൻ ആൽഫ 2 എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഡി ഈസ് ഈക്വൽ ടു എസ് ബൈ ടാൻ ആൽഫ 2 മൈനസ് ടാൻ ആൽഫ 1. ഓക്കെ, തിരിഞ്ഞു വരും, അത്രേ ഉള്ളൂ. ഫൈൻ. ഓക്കെ, നൗ ദ ഫൈനൽ കേസ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരേ ലെവലിൽ തന്നെയാണ് തിയോഡലൈറ്റും ടാക്യോമീറ്ററും ലെവലിംഗ് സ്റ്റാഫും ഉള്ളത്. ലെവലിംഗ് സ്റ്റാഫിൽ 2 ടാർജറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടാർജറ്റ്സ് ഈ സ്മോൾ ലെറ്റർ എസ്. ആൻഡ് ഇവിടെ ടെലസ്കോപ്പ് ഈസ് മൂവ്ഡ് അപ്പ് ടു സൈറ്റ് ദ ഫസ്റ്റ് ടാർജറ്റ്. എന്നിട്ട് വെർട്ടിക്കൽ ആംഗിൾ ആൽഫ 1 മെഷർ ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ടെലസ്കോപ്പ് ഈസ് റൊട്ടേറ്റഡ് ഡൗൺ, ഓക്കെ, ടു സൈറ്റ് ദി സെക്കൻഡ് ടാർജറ്റ്. അവിടെ കിട്ടുന്ന വെർട്ടിക്കൽ ആംഗിൾ ആൽഫ 2. ഫൈൻ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്താണ്? നേരത്തെ എസ് ബൈ ടാൻ ആൽഫ 2 മൈനസ് ടാൻ ആൽഫ 1, അതിന് മുന്നേ എസ് ബൈ ടാൻ ആൽഫ 1 മൈനസ് ടാൻ ആൽഫ 2. ഇവിടെ ഒരേ ലെവലിലായതുകൊണ്ടും ഒന്ന് മുകളും ഒന്ന് താഴേക്കും ആയതുകൊണ്ടും ഫോർമുല ഈസ് ഡി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ ടാൻ ആൽഫ 1 പ്ലസ് ടാൻ ആൽഫ 2. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാക്യോമെട്രിയിലെ ഏറ്റവും ലാസ്റ്റ് ടൈപ്പായ ടാൻജൻഷ്യൽ ടാക്യോമെട്രിയിലെ ഇക്വേഷൻസ്. അപ്പോൾ ഇത് ബേസ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ടാക്യോമെട്രി എന്താണെന്ന് പഠിച്ചു, ടാക്യോമെട്രിക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു, ടാക്യോമെട്രി ഏതൊക്കെ വിധമുണ്ടെന്നും പഠിച്ചു.
അതിൽ സ്റ്റേഡിയ ടാക്യോമെട്രിയും ടാൻജൻഷ്യൽ ടാക്യോമെട്രി ആണെന്ന് പറഞ്ഞു. സ്റ്റേഡിയ ടാക്യോമെട്രിയിലെ പ്രധാനപ്പെട്ട 3 കേസുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ടാൻജൻഷ്യൽ ടാക്യോമെട്രിയിലെ പ്രധാനപ്പെട്ട 3 കേസുകൾ എന്താണെന്നും പഠിച്ചു. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.